ചരിത്രത്തിലെ ഒരു മറക്കാനാവാത്ത ദിനമാണ്, ഒരു രക്ഷാപ്രവർത്തന ദിനമാണ് ഇന്നെന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതിൻ്റെ പ്രധാന കാരണമായി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, പ്രഭവ കേന്ദ്രത്തിലേക്ക് നമുക്ക് ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എത്താൻ സാധിച്ചു എന്നുള്ള കാര്യമാണ്. രക്ഷാദൗത്യം ഇന്ന് ആദ്യമായി ആ മേഖലയിലേക്ക് എത്തുമ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. സൈന്യത്തോടൊപ്പം അവിടെ എത്തിയ ഞങ്ങളുടെ പ്രതിനിധിയായ ആസിഫും അരുണും പകർത്തിയ ദൃശ്യങ്ങളും അനുഭവങ്ങളും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒരിക്കൽ കൂടി നൽകുകയാണ്. ദുരന്തഭൂമിയിലെ തിരച്ചിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം അവരുടെ തിരച്ചിൽ തുടരുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഈ ഒരു ദുരന്തമുണ്ടായ ഏറ്റവും ആദ്യത്തെ ആ പോയിന്റിൽ നിന്നാണ് ഈ ഫയർഫോഴ്സിൻ്റെ അടക്കമുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ തരത്തിൽ ഈ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് നമുക്കിവിടെ നിർവചിക്കാൻ കഴിയില്ല. കാരണം നിരവധി ആളുകളെ ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. വീടുകൾ എവിടെയാണ് എന്ന് പോലും അറിയാത്ത സാഹചര്യത്തിൽ ഈ ഒരു വളരെ ദുഷ്കരമായ ഒരു തിരച്ചിലാണ് ഇവിടെ ഇപ്പോഴും തുറന്നുകൊണ്ട് ഇരിക്കുന്നത്. ഫയർഫോഴ്സിന്റെ വനിതാ സംഘം അടക്കം ഈ ഒരു തെരച്ചിലിന്റെ ഭാഗമായി ഇപ്പോൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും ഈ മരങ്ങളെല്ലാം വന്ന് സൈഡിലേക്ക് അടിഞ്ഞു കയറിയ മേഖലകൾ, ആ മേഖലകളിലടക്കം ഉള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഉദ്യോഗസ്ഥർ ആ ഒരു കല്ലുകളുടെ ഒരു വലിപ്പമൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത അത്തരത്തിലുള്ള വലിയ പാറക്കെട്ടുകളാണ് ഇവിടെ വന്ന് അടിഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു പ്രദേശത്തെ ഞാൻ നിൽക്കുകയും എനിക്ക് മുന്നിൽ കാണുകയും ചെയ്യുന്ന ഒഴുകി വന്ന പാറക്കൂട്ടങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ഇതിൻ്റെ അടിയിൽപ്പെട്ട വീടുകളുടെയും ആളുകളുടെയും അവസ്ഥ. അത്തരത്തിൽ വലിയ ദുഷ്കരമായ സാഹചര്യത്തിലാണ് ഇവിടുത്തെ രക്ഷാപ്രവർത്തനം തുറന്നുകൊണ്ട് ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് അപ്പോഴും ഇന്ന് കൂടുതൽ പോസിറ്റീവായ വാർത്തകളുണ്ടായിരുന്നു. നമുക്ക് 19ഓളം ആളുകളെ കുടുങ്ങിക്കിടത്തുന്ന നമ്മുടെ സൈന്യവും നമ്മളുടെ ഫയർഫോഴ്സും അടക്കമുള്ള സംവിധാനങ്ങൾ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ആ ഒരു ഓപ്പറേഷൻ വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. സൈന്യത്തിന് അങ്ങോട്ട് എത്തപ്പെടുക വളരെ ദുഷ്കരമായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മറ്റൊരു പാതയിൽ കൂടി ആ ഒരു പ്രദേശത്തേക്ക് എത്താൻ കഴിഞ്ഞു. അങ്ങനെ ഒരുമിച്ചുകൊണ്ടുള്ള ഒരു ഈ ദുരന്തമുഖത്തെ നേരിടാനുള്ള ഒരു ശ്രമമാണ് ഓരോ മണിക്കൂറുകളിലും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ കൈകൾ കൊണ്ട് സാധ്യമാകുന്ന തെരച്ചിലുകൾ അസാധ്യമാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് നേരിട്ട് കണ്ട് പറയാൻ കഴിയുക. കാരണം ഇത്ര വലിയ പാറക്കൂട്ടങ്ങൾക്ക് അടിയിലാണ് നിരവധി വീടുകളുള്ളത്. ആ വീടുകളിൽ ഉള്ള ആളുകളെ നമുക്ക് ഏത് തരത്തിൽ ഇനി പുറത്തേക്ക് എത്തിക്കാൻ കഴിയും എന്ന് നമുക്ക് ഈ ഒരു സമയത്ത് നിർവചിക്കുക പോലും സാധ്യമല്ല. അപ്പോഴും ഏതൊക്കെ തരത്തിൽ ഇവിടെ സാധ്യമാകുമോ ആ സാധ്യമാകുന്ന ഘട്ടങ്ങളിലെല്ലാം ഉള്ള രക്ഷാപ്രവർത്തനം നമ്മുടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേവിയുടെ സേനയുണ്ട്, നമ്മളുടെ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവരൊന്നും ഉറക്കമില്ലാതെ ഈ കാടുകൾ കയറി ഇറങ്ങി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. സന്നദ്ധ സേവന സംഘടനകളെ കുറിച്ച് നമ്മൾ എടുത്തു പറയണം. കാരണം അത് അവരുടെ ഔദ്യോഗികമായ ഒരു ജോലിക്കപ്പുറത്തെ ജോലി പോലും അല്ലാതിരുന്നിട്ടും, പക്ഷേ മറ്റേ ഡിപ്പാർട്ട്മെന്റുകളുടെ ഔദ്യോഗികമായ ജോലികൾ കൊണ്ട് മാത്രമാണ് എന്നില്ല, അവർ ചെയ്യുന്ന സേവനം നമ്മൾക്ക് ഒരു കാരണവശാലും വില കുറച്ച് കാണിക്കാൻ കഴിയില്ല. അത്രത്തോളം ദുഷ്കരമായ പാതയിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് അവർ ആ ദൗത്യമായി മുന്നോട്ട് പോകുന്നു. അവർക്കൊപ്പം ചേർന്ന് നിൽക്കാൻ ഈ സന്നദ്ധ സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ കൂടി ഈ ഒരു ദുരന്തഭൂമിയിൽ ഉണ്ട് എന്നുള്ളത് വളരെ നമ്മുടെ ഈ ഒരു തെരച്ചിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ നൽകുന്നതാണ്. കൂടുതൽ ആളുകളെ കണ്ടെത്താൻ കഴിയുന്ന നിമിഷങ്ങളിലേക്ക് അത് എത്തിക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രതീക്ഷകൾ മാത്രമാണ് നമുക്ക് ഇനിയുള്ള മണിക്കൂറുകളിൽ പങ്കുവെക്കാൻ കഴിയുക. ഏതായാലും ആ റെസ്ക്യൂ ഓപ്പറേഷനുകൾ സജീവമായി പലയിടത്തും മുന്നോട്ട് പോവുകയാണ്. ആ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ദൃശ്യങ്ങളും വാർത്തകളും നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ നൽകാം. ദുരന്തമുഖത്തെ ഒരു പക്വമായ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു ഉദാഹരണം കൂടിയായിരുന്നു ആസിഫും അരുണും ഒപ്പം ഗോകുലും ചേർന്ന് ഇന്ന് രാവിലെ നടത്തിയ ആ ഒരു കാര്യം. കാരണം അവർ കൃത്യമായ അറിവോടുകൂടിയും സമ്മതത്തോടുകൂടിയും രക്ഷാപ്രവർത്തകർക്കൊപ്പം ചേർന്നുകൊണ്ട് തന്നെ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തുകയും ആ പ്രഭവ കേന്ദ്രത്തിലേക്ക് ആദ്യം തന്നെ ചെന്നെടുക്കാൻ സാധിക്കുകയും ചെയ്തു. അവിടുത്തെ കാഴ്ചകളാണ്, അവിടുത്തെ ആ ദുരന്ത മുഖമാണ് നമ്മളോട് ബെൻസൺ ആസിഫ് പങ്കുവച്ചത്. ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട്. കോഴിക്കോട് വിലങ്ങാട് കനത്ത മഴയുണ്ട്. വീണ്ടും ഉരുൾപൊട്ടുവാനും വാണിയമ്മേൽ പുഴയിൽ വെള്ളം ഉയരുവാനുമുള്ള സാധ്യതയുണ്ട്. വാണിയമ്മേൽ പുഴ തീരത്ത് താമസിക്കുന്നവരോട് മാറി താമസിക്കുവാനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുള്ളതായി അറിയിപ്പുകൾ വരുന്നുണ്ട്. കാരണം ദുരന്തം ഏത് സമയത്തും എത്താമെന്നുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിലെ എല്ലാ ജില്ലകളിലെയും മഴ മുന്നറിയിപ്പുകൾ നൽകുന്നത്. ജാഗ്രതയോടുകൂടി തന്നെ അത് പാലിക്കേണ്ട ആവശ്യകതയുണ്ട് എന്നുള്ളത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക.